ഇവിടെ ഇന്നാട്ടിൽ മോട്ടോർ വാഹന നിയമങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ? നിയമലംഘനം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവിടെയെങ്ങും ഒരു ഉദ്യോഗസ്ഥനുമില്ലേ? മദ്യപിച്ച് ലക്ക് കെട്ട് സ്വകാര്യ വാഹനം ഓടിച്ച്, അതും അന്തർ സംസ്ഥാന ബസ് ഓടിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഡ്രൈവർ. കോഴിക്കോട് നിന്ന് ബംഗളൂരു വഴി ചെന്നൈയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലാണ് ഈ അഴിഞ്ഞാട്ടം നടന്നത്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടുന്ന ഭാരതി ബസ്സാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടിയത്. ഡ്രൈവറും ക്ലീനറും പൂർണ്ണമായി മദ്യപിച്ച് ലക്ക് കിട്ടിയിരിക്കുകയായിരുന്നു. യാത്രക്കാർ ചോദ്യം ചെയ്യുകയും ദൃശ്യം പകർത്തുകയും ചെയ്തു. എല്ലാവരെയും വാഹനമിടിപ്പിച്ച് കൊല്ലുമെന്നായിരുന്നു അപ്പോൾ ഡ്രൈവറുടെ ഭീഷണി. തന്നെ എടുക്കലേ അടുത്ത സ്റ്റോപ്പിൽ പോലീസ് കൂപ്പിടலாம் செக் பண்ணுங்க. பரவாயில்ல, டைம் இருக்கு, ഞാൻ അറേഞ്ച് പண்றேன். ഡ്രൈവറും ക്ലീനറും അസ്വാഭാവികമായി സംസാരിക്കുന്നത്, പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു യാത്രക്കാർ ഈ സംഭവം ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിട്ടുണ്ട് എന്ന് യാത്രക്കാർക്ക് മനസ്സിലായത്. ചോദ്യം ചെയ്തപ്പോൾ ആവട്ടെ എല്ലാവരെയും വാഹനമിടിപ്പിച്ച് കൊല്ലുമെന്നുള്ള ഭീഷണിയും. പിന്നീട് നടന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ടോൾ പ്ലാസയിൽ വാഹനം നിർത്തിയപ്പോൾ മദ്യക്കുപ്പിയുമായി ഡ്രൈവർ അങ്ങിറങ്ങി ഓടി. ഈ സമയം അത്രയും മദ്യപിച്ച് ലക്ക് കെട്ട് ഒരു ബോധവുമില്ലാതെ ബസ്സിൽ തന്നെ കിടക്കുകയായിരുന്നു ക്ലീനർ എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ സംഭവങ്ങളൊന്നും ആ കിടക്കുന്ന ക്ലീനർ അറിഞ്ഞിട്ട് പോലുമില്ല. അതിനുള്ള ബോധം അയാൾക്കില്ലായിരുന്നു. ദൃശ്യങ്ങൾ യാത്രക്കാർ പുറത്തുവിട്ടിട്ടും ഏറെ ശ്രദ്ധേയമായ കാര്യം, ഈ ബസ്സുടമയ്ക്ക്, ഈ ഭാരതി ബസ്സുടമയ്ക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഒരു യാത്രക്കാരനടക്കം വിശദമായി പറയുന്നുമുണ്ട്. ഈ ബസ്സിനെ കുറിച്ച് പരാതി നൽകിയിട്ടും ബസ്സുടമയ്ക്ക് കുലുക്കമില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതിനപ്പുറത്തേക്ക് പിറ്റേ ദിവസം, അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്, ഇന്ന് ഇതേ ഡ്രൈവറും ഇതേ ക്ലീനറും ഈ ബസ് വീണ്ടും ഓടിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തൊരു ധാർഷ്ട്യമാണ് അവിടെ കാണിച്ചത് എന്നതാണ് നോക്കേണ്ടത്. ഡ്രൈവറുടെ അനാസ്ഥയിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കൂടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഉള്ള തോന്നിവാസ്യങ്ങൾ ഇവിടെ നടക്കുന്നത്. മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം സംഭവങ്ങൾക്ക് നടപടിയെടുത്തേ മതിയാകുകയുള്ളൂ. സാധാരണക്കാരുടെ ജീവന് വിലയുണ്ട്. അത് പന്താടാൻ ഒരാളെയും അനുവദിച്ചുകൂടാ. ഡ്രൈവറുടെ തോന്നിവാസം കയ്യോടെ പിടിച്ച യാത്രക്കാർക്കും നമുക്കൊരു കയ്യടി കൊടുക്കാം. ഒപ്പം ഇത്തരത്തിലുള്ള ദീർഘദൂര യാത്രകൾക്ക് ശ്രദ്ധിക്കേണ്ടവർ, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്. ഇത്തരത്തിലുള്ള ദീർഘദൂര യാത്രകൾ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ കൂടുതലും റേറ്റിംഗുകൾ നോക്കിയിട്ട് തന്നെ വേണം ഇത്തരത്തിലുള്ള ബസ്സുകൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാവേണ്ടത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൂടാ. യാത്രക്കാരുടെ ജീവന് വിലയുണ്ട്. ഒരാളുടെയും തോന്നിവാസത്തിന് നമ്മുടെ ഒന്നും ജീവൻ ബലി കഴിക്കാൻ അനുവദിച്ചുകൂടാ. ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ 20th അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.